അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവർ ടെസ്റ്റ് ഡ്രൈവിനായിട്ടൊരു 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുത്തരുന്ന വണ്ടി എന്ന് പറയുന്നത് ഹാരിയറാണ്. പഴയ ഹാരിയർ, ഇതിന് മുമ്പത്തെ ഹാരിയർ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. നീ ഉടക്കാൻ തയ്യാറാണോ? എങ്കിൽ നീ എടുത്തു. ഉടക്കിയാൽ അവര് സർവീസ് അത് അപ്പൊ തരത്തില്ല, പിന്നെ ചെയ്ത് അവർക്ക് തോന്നുമ്പോൾ ചെയ്തു തരും. പിന്നെ ഞാൻ ചിന്തിച്ചു, അയ്യോ ഞാൻ ബുക്ക് ചെയ്തെങ്കിലും വണ്ടി വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടി പോയാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടി പോയാൽ. അപ്പം അപ്പോൾ ഇത്രയും നെഗറ്റീവ് എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ആക്ച്വലി. തീർച്ചയായിട്ടും ബുക്ക് ചെയ്ത പൈസ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ 10 ഡേയ്സിനുള്ളിൽ തിരിച്ച് കിട്ടുമെന്നാണ്. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഈ 5 വണ്ടികൾ ഓടിച്ചിട്ടാണ് ഈ വണ്ടിയിലോട്ട് എത്തുന്നത്. ആറാമത്തെ വണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഡിഫറൻസ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. ഒരുപാട് പേര് ടാറ്റയിലോട്ട് പോകണോ വേണ്ടയോ എന്നോർത്ത് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് നിൽപ്പുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും നമ്മളൊരു സഫാരി ആയിട്ട് വന്നേക്കാണ്. ഈ സഫാരിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്നല്ലേ, ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡാർക്ക് എഡിഷൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വണ്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സഫാരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു സഫാരി ആയിട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സഫാരിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടല്ലോ ബ്രോ. ആദ്യമേ തന്നെ നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അനസ് ബ്രോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും എന്താണ് ഈ വണ്ടിക്ക് അത് പ്രത്യേകത എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് അനസ് ബ്രോയിൽ നിന്ന് തുടങ്ങാം. ബ്രോ, നമ്മളിപ്പോൾ അറിയാലോ, നമ്മൾ ഈ വണ്ടി ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും നമ്മളൊരു സഫാരി ആയിട്ട് വന്നതിൻ്റെ കാരണങ്ങൾ ബ്രോ തന്നെ അങ്ങ് തുടങ്ങിയോ? ഞാൻ ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എൻ്റെ അളിയൻ കാണിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് എത്തുന്നത്. ആക്ച്വലി ഞാൻ ഏകദേശം ഒരു 6 മാസ കാലഘട്ടമായിട്ട് ഈ പറയുന്ന പോലെ ഒരു 7 സീറ്റർ വണ്ടി നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടൈമിൽ ഈ സഫാരി അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടി എന്ന് പറയുന്ന മൈൻഡിലില്ല, നമ്മുടെ സീനിലില്ല. ഇല്ല. അപ്പം ഈ പറയുന്ന പോലെ ഞാൻ ആദ്യമേ പോയത് ടൊയോട്ടോയിലോട്ടാണ്. ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ടൊയോട്ടോയിലോട്ട് പോയി. ഫോർച്യൂണർ ആയിരുന്നു ആദ്യമേ ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ എങ്കിലും ഉള്ളിലൊരു എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെജൻഡറി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു പ്രൈഡ് കസ്റ്റമേഴ്സിൻ്റെ ഫോളോ അപ്പ് അല്ലെങ്കിൽ ലോങ് ലൈഫ് എന്നുള്ള കുറേ പ്രൈഡ് മൊമെന്റ്സ് ഉണ്ട് ഫോർച്യൂണറിനെ സംബന്ധിച്ചുള്ള. എസ്പെഷ്യലി ഞാൻ ഫോർച്യൂണറിനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ഞാൻ ഒരു മോട്ടോ വ്ളോഗർ എന്ന നിലയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് സൈഡ്, ഫ്രണ്ട് 2 സീറ്റ് എപ്പോഴും അടിപൊളിയായിരിക്കും. ബാക്കിലോട്ട് വരുമ്പോൾ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ 7 സീറ്ററിലോട്ട് പോകാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫാമിലി. അപ്പം എനിക്കൊരു ചെറിയ വണ്ടി ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ആളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 7 സീറ്ററിലോട്ട് പോകുമല്ലോ. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു പുതിയ വണ്ടി വേണം. അത്യാവശ്യം എല്ലാവർക്കും ബോഡി റോളിംഗ് ഒന്നും ഇല്ലാത്ത കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും നല്ലൊരു വണ്ടി, ഫാമിലിക്ക് ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോർച്യൂണർ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹൈക്രോസിലോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എങ്കിലും ഒരു നമുക്ക് ഈ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ഒരു എന്താ പറയുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഇത് വേണം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്നും പിന്നെ സ്കിപ്പായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ എം ജിയുടെ ഇതിലോട്ട് പോയി. ഹെക്ടറും പിന്നെ ഗ്ലോസ്റ്ററും രണ്ടും ഏകദേശം എന്താ പറയുക, നമുക്ക് ഈ ഇന്നോവ ഹൈക്രോസ് ആണെങ്കിലും ഇപ്പം എം ജി ഗ്ലോസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഹെക്ടർ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു വീൽ ബേസും അതുപോലെ തന്നെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, വണ്ടിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതെനിക്കൊട്ടും ഒരു എന്താ പറയുക ഒരു അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് വന്ന് നിന്നത് XUV 700. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 7 സീറ്റർ ഒബ്വിയസ്ലി ഇപ്പോൾ നോക്കുന്ന ആൾക്കാർ 700 ഒരു കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ XUVയുടെ കുറേ റിവ്യൂസ് കാര്യങ്ങളെല്ലാം നോക്കിയപ്പം എങ്കിൽ XUVയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അതും ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഓക്കെ ആയി, ഇഷ്ടപ്പെട്ടിട്ട് എങ്കിൽ അതെടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ അളിയൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്ററിൻ്റെ ഭർത്താവ് ഈ പറയുന്ന പോലെ എന്നെ ഈ വീഡിയോ
കാണിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണിക്കുക. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പഴയ ഇതിന് മുന്നേ ഉള്ള സഫാരി എല്ലാവർക്കും പരിചിതമല്ല. എല്ലാവരുടെയും മൈൻഡിൽ കിടക്കുന്നത് പറഞ്ഞാൽ പഴയ സഫാരിയാണ്. അതെ അതെ അതെ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സഫാരി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടപ്പെട്ടു, ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ ഇതൊന്ന് നോക്കിക്കൂടെ, ഇതുകൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പം അപ്പം ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് നോക്കാം എന്നുള്ളൊരു ട്രൈ ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ആദ്യമേ പോയി നമ്മുടെ നിയർ ബൈ, ഇപ്പം നമ്മുടെ സ്ഥലം ഇപ്പം ചങ്ങനാശ്ശേരിയാണ്. അപ്പം ഈ പറയുന്ന പോലെ തിരുവല്ല ആണ് ഈ പറയുന്ന പോലെ ഏറ്റവും അടുത്തുള്ള സർവീസ്. അപ്പം MK മോട്ടോഴ്സിൽ ഞാൻ പോയി ബുക്ക് ചെയ്തു. അപ്പോഴത്തേക്കും അപ്പം അവിടെയുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണം, വണ്ടി വേണം. അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച വണ്ടി നമുക്ക് കിട്ടണമല്ലോ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സഫാരിയാണ് നോക്കുന്നെങ്കിൽ നമ്മുടെ കൈ കിട്ടുന്ന സഫാരിയാണ്, അത് ഈ വണ്ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി തന്നെയായിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവർ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുത്തരുന്ന വണ്ടി എന്ന് പറയുന്നത് ഹാരിയറാണ്. പഴയ ഹാരിയർ, ഇതിന് മുമ്പത്തെ ഹാരിയർ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞ ഇത്രയാണ്, ഇപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ പുതിയ സഫാരി ഇന്നതുപോലെ നമുക്ക് വരും. അപ്പം ഇവരുടെ ടെസ്റ്റ് ഡ്രൈവിന് ആരോ ഓടിച്ചപ്പോൾ ഇവർക്ക് ആക്സിഡന്റ് വണ്ടിക്ക് സംഭവിച്ചിട്ട് വണ്ടി പണിക്ക് കയറ്റിയേക്കാണെന്നാണ് പറഞ്ഞത്. എങ്കിലും ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിക്ക് അങ്ങനെയല്ലല്ലോ, ഇവർക്ക് ഒരു വണ്ടി മാത്രമാണോ ഇത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നുന്നതെന്നറിയോ, നമ്മൾ ഈ പണ്ടത്തെ കല്യാണത്തിന് അനിയത്തെ കാണിച്ചിട്ട് ആ ഒരു ഇതിലോട്ട് ആ ഒരു ചിന്താഗതി എനിക്കും പോയി. അപ്പൊ ഈ പറയുന്ന പോലെ എനിക്ക് പുതിയ സഫാരി ഞാൻ ഈ വീഡിയോസിൽ കാണുക അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതല്ല, നേരിട്ട് ഞാൻ കാണുന്നില്ല, ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിട്ടുമില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു നെഗറ്റീവ് അടിച്ചു, ഞാൻ ഇതിലോട്ട് പോകണോ. പൊതുവെ ടാറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീഡ്ബാക്കിലാണ് നിലവിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നെഗറ്റീവാണ്. ഇപ്പൊ ഇതിനു മുന്നേ നിങ്ങൾ പറഞ്ഞിരുന്ന ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ അനുഭവം പോലെ തന്നെ ഒരു അനുഭവക്കാരനാണ് ഞാനും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നെഗറ്റീവാണ്. സർവീസ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത്, അവൻ നെക്സോൺ എടുത്ത ആളാണ്, അവനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നീ ഉടക്കാൻ തയ്യാറാണോ, എങ്കിൽ നീ എടുത്തു, ഉടക്കിയാൽ അവര് സർവീസ് അത് അപ്പൊ തരത്തില്ല, പിന്നെ ചെയ്ത് അവർക്ക് തോന്നുമ്പോൾ ചെയ്തു തരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നെഗറ്റീവ് അടിച്ചു, വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് ഇരിക്കുമ്പോൾ എങ്കിലും നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് തരുന്നുണ്ടോ നോക്കാം. ഒരാഴ്ചയായി, ഇല്ല, കിട്ടിയില്ല. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരു കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ച് പറയാണ്, ഞാൻ തന്നെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് പറയാണ്, ഞങ്ങൾ നിർത്തിപ്പോവാണ്, എം കെ നിർത്തിപ്പോവാണ്. അപ്പൊ എനിക്ക് വണ്ടി ഇഷ്ടപ്പെടുകയും ചെയ്തു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓടിക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും എനിക്ക് അതിന്റെ ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓടിച്ചു നോക്കിയിട്ടല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോഴുള്ള ഫീലിംഗ് ആണ്. എടുക്കാൻ ചെല്ലുമ്പോൾ വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തല്ലേ? അതെ, ബുക്ക് ചെയ്തിട്ടാണ്, അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ നിർത്താൻ പോവാണ്, ഞങ്ങൾക്ക് കിട്ടിയത്. അതെ, ഇങ്ങനെയുള്ള ഒരു ഇത് വന്നപ്പം പിന്നെ ഞാൻ ചിന്തിച്ചു, അയ്യോ ഞാൻ ബുക്ക് ചെയ്തെങ്കിലും വണ്ടി വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടി പോയാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടി പോയാൽ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവന്, അപ്പം എനിക്ക് ഇതല്ലാതെ വേറെ ഏതാണ് അല്ലെങ്കിൽ ഷോറൂം ഉള്ളത് എന്നുള്ള ഒരു അന്വേഷണത്തിലെത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്തു നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് എവിടെയാണെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് പറഞ്ഞു, നീ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നീ നേരെ കോട്ടയത്ത് നാഗമ്പടത്ത് ലെക്സോൺ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടാറ്റയുടെ സർവീസും കാര്യങ്ങളും അവരുടെ ഡീലേഴ്സ് ആയിട്ടുണ്ട്. സോ അപ്പം അവരുടെ അടുത്ത് പോയി നീ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും നെഗറ്റീവ് എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ആക്ച്വലി. ബുക്ക് ചെയ്ത പൈസ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഇവർ പറഞ്ഞ 10 ഡേയ്സിനുള്ളിൽ തിരിച്ചു കിട്ടുമെന്നാണ്. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ബുക്കിംഗ് പൈസ കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു മാസമായി എനിക്ക് കിട്ടിയിട്ടില്ല. ഈയിടെ കൂടെ ഞാൻ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു, ഇപ്പോൾ അവിടെ ഒരാളെ ഉള്ളൂ, ബാക്കി എല്ലാവരും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അപ്പം ഈയിടെ പോലും ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനിയും ഒരാഴ്ച കൂടെ എടുക്കും, ഭയങ്കര ചെക്കായിട്ട് തരും. എംകെയുടെ ഡീലർഷിപ്പ് വിടാനുള്ള മെയിൻ കാരണം ഇതാണ്, ഇറസ്പോൺസിബിൾ ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഞാൻ അവിടെ ഷോറൂമിൽ ഇത് ബുക്ക് ചെയ്യാൻ ചെന്ന ദിവസം, അപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് ആ ഒരു ഇമ്പാക്റ്റിലാണ് ഞാൻ പോകുന്നത്. ചെന്ന ദിവസം അവിടെ ഒരു കസ്റ്റമറിന്
ഡെലിവറി സമയത്ത് കിട്ടിയിട്ടില്ല. വണ്ടി ഡെലിവറി സമയത്ത് കിട്ടില്ല. ഫസ്റ്റ് നെഗറ്റീവ്. അവിടെ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ആ ആള് വന്നിട്ട് ഈ പറയുന്നത് പോലെ ഇവരോട് ചൂടാകായിരുന്നു. അതിലൊരാള് ഇയാളോടും റേസ് ആവുന്നുണ്ട്, ഈ കസ്റ്റമറിനോടും റേസ് ആവുന്നുണ്ട്. സോ അപ്പൊ എനിക്ക് അത് കണ്ടിട്ടും ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് അതെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. വണ്ടിയെ ഓടിക്കാൻ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് കണ്ടിന്യൂ പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു അനുഭവം. ഇത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് ഒരു ഇതാണ് നമ്മളെ ഡീൽ ചെയ്യുന്നത്. അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ലെക്സോൺ ഡാറ്റയുടെ എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് അസിസ്റ്റ് അസൈൻ ചെയ്ത് തന്ന ഒരു രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ എനിക്ക് മറക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതേ പറഞ്ഞാൽ ഞാൻ ചെന്നു, അവിടെയാണെങ്കിൽ വണ്ടിയുണ്ട്, ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞ ഈ വണ്ടി നേരിട്ട് കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇത് വീഡിയോയിൽ കണ്ടിട്ടും അല്ലെങ്കിൽ ഫോട്ടോസിൽ കണ്ടിട്ടും മറ്റൊരാളെ അടുത്ത് റിവ്യൂ കണ്ടിട്ടും ഒക്കെ ഉള്ളൂ. വണ്ടി നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇത് കണ്ടപ്പോഴേ നമ്മള് ഫ്ലാറ്റായി. കാരണം എന്താ വെച്ചാൽ ഇത് കിടക്കുമ്പോഴേ നമുക്കൊരു കാണുമ്പോഴേ ഒരു പോസിറ്റീവ് ആണ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടി എന്ന് കാണിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നപോലെ ഞാൻ അപ്പം തന്നെ ബുക്ക് ചെയ്ത ഉടനെ തന്നെ. അപ്പം എനിക്ക് ഈ മാനുവലിനോട് ഞാൻ പോകാത്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എനിക്ക് ഓടാനുണ്ട്. അപ്പം പ്രത്യേകിച്ച് ട്രാഫിക്കും ഇപ്പോഴത്തെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ഓട്ടോമാറ്റിക്കിലോട്ട് അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പം എൻ്റെ മൈൻഡിൽ ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മാനുവലേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു സുഖം കിട്ടുമോ, ഒരു റൈഡിങ് ഒരു ഇത് കിട്ടുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബുക്ക് ചെയ്തു. കറക്റ്റ് ഒരു 2 hours എന്നെ ഇവർ തന്നെ വിളിച്ചിട്ട് പറയാണ് നാളെ ടെസ്റ്റ് ഡ്രൈവ് വരാം. ഷോറൂമിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞോണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നാളെ ടെസ്റ്റ് ഡ്രൈവ് വരാം. അപ്പോൾ അത് ഞാൻ സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണല്ലോ നോർമലി. ഞാൻ ബുക്ക് ചെയ്തു, കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു എടുത്തു. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് കൊള്ളാം, റെസ്പോൺസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് ഡ്രൈവിന് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഇതിന്റെ ഗോൾഡ് കളറാണ് അവർക്ക് ടെസ്റ്റ് ഡ്രൈവ് ഉള്ള. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പം ഞാൻ ഒറ്റയ്ക്കും ചെയ്തു, പിന്നെ ഫാമിലി ആയിട്ട് ചെയ്തു. അപ്പം ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഈ 5 വണ്ടികൾ ഓടിച്ചിട്ടാണ് ഈ വണ്ടിയിലോട്ട് എത്തുന്നത്. 6ാമത്തെ വണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഡിഫറൻസ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതുപോലെ ഒരു വണ്ടി ആ ഒരു സഡൻ പിക്കപ്പ് ഉണ്ടല്ലോ, ഈ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമ്മൾ ഈ കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു സഡൻ ആക്ഷൻ ഉണ്ടല്ലോ, അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല പെർഫോമൻസ്. അതായത് നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓടിക്കുന്നതെന്നുള്ള ഒരു ഇതില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കയറാൻ പറ്റുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒന്നും പറയാനില്ല, പിന്നെ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ പെട്ടെന്ന് തന്നെ അപ്പം ഇവരുടെ വേറെ 2-3 കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പം ഞാൻ ബുക്ക് ചെയ്തു, എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് പെട്ടെന്ന് കിട്ടി. അതേപോലെ തന്നെയായിരുന്നു ഇവരുടെ ഡെലിവറി. പെട്ടെന്നായിരുന്നു, ഫാസ്റ്റ് ആയിരുന്നു. അതായത് എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുതിയ വാഹനം എടുക്കുന്നത്. ആദ്യമായിട്ടാണ് അപ്പം പുതിയ വാഹനം എടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്യും. അപ്പം എൻ്റെ മൈൻഡിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മാസമൊക്കെ എടുക്കാം. തീർച്ചയായിട്ടും നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു മിനിമം ഒരു 3 മാസം വേണമല്ലോ. 3 മാസം എടുക്കാം. ഒരു കാർ മിനിമം 2 മാസം എന്നാണെച്ചാലും ആണെങ്കിൽ 2 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വിചാരിച്ചു. എൻ്റെ കറക്റ്റ് ഒരു 5-6 ദിവസം കഴിഞ്ഞാണ് വിളിച്ചു പറയാണ് വണ്ടി വന്നിട്ടുണ്ട്. ഈ വണ്ടി നമ്മുടെ കോട്ടയത്ത് ഷോറൂമിൽ വന്നിട്ടുണ്ട്. അവർ വിളിച്ചത് ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ്. വണ്ടി അത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നു. അപ്പം ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ വണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ഗ്രാഫീനൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഏതായാലും പുതിയ എടുക്കുവാണല്ലോ, അപ്പം നല്ല രീതിയിൽ റസ്റ്റ് കോട്ടിങ്ങും അടിയിൽ നമ്മുടെ ഗ്രൗണ്ടിൽ വരുന്ന ഇതെല്ലാം ചെയ്യാം. അതെ, അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാമെന്നുള്ളൊരു ഇതെല്ലാം എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കാമെന്ന് പറഞ്ഞു. ഒരു 2 ദിവസമുള്ള അതും ചെയ്ത്
ക്ലിയർ ആക്കി. ഞാൻ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ച വെള്ളിയാഴ്ചയാണ് ഡെലിവറി എടുക്കാൻ. അപ്പോൾ കറക്റ്റ് വെള്ളിയാഴ്ച തന്നെ എനിക്ക് ഇവർ ഡെലിവറി തന്നു എന്നുള്ളതാണ്. വണ്ടി തന്നു. അതും അവർ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തതാണ്. നല്ലൊരു ഇതിലാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രീവിയസ് വീഡിയോയിലുള്ള നമ്മുടെ ഡെലിവറി കൊടുത്തില്ലേ, ജോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇന്നുപോലെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇന്നുപോലെ ഈ വണ്ടി ഇതിലോട്ട് എത്തിയത്, ഇത്ര ഇന്ന പോലെ വണ്ടികൾ കണ്ടിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അവർ അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ വണ്ടി എടുത്തു, ഒന്നും പറയാനില്ല, വേറെ ഫീലാണല്ലേ. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. നമ്മൾ വീഡിയോക്കകത്ത് നമ്മുടെ ജോയ് ബ്രോ എടുത്ത് പറഞ്ഞിട്ട് കാര്യമാണ് കേട്ടോ. കാര്യം ഈച്ച് ആൻഡ് എവരി വൺ പോർഷൻ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയിലെ ജോയ് ബ്രോ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഭയങ്കര അടിപൊളി വീഡിയോ ആയിരുന്നല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഏതോ ഒരു എടുക്കാൻ പോയ കസ്റ്റമറിന് ഒരു കംപ്ലീറ്റ് നോളജ് കിട്ടുന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അതേപോലെ വല്ല കണ്ടീഷൻസും വെച്ചായിരുന്നു. അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഈ സാധനം എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, ഇന്നപോലെ എനിക്ക് ഇന്നപോലെ ഒറ്റയ്ക്ക് ഓടിക്കണം, ഇന്നപോലെ 7 പേരെ വെച്ച് ഓടിക്കണം, 7 പേരെ വെച്ച് ഓടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രാത്രിയിലും ഓടിക്കണം. അപ്പം മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് അത് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അതിനെല്ലാം അവർ ഓക്കെ ആയി, അത് തന്നു, ഓടിക്കാൻ തന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളപ്പം കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു തന്നു. ഈസി ആയിട്ട് അവർ നമ്മുടെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ രീതിയിൽ തരുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ചസ് അല്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ ടൊയോട്ട എന്തുകൊണ്ട് ആദ്യത്തെ ഒരു പ്രിഫറൻസ് ആവുന്ന അവരുടെ സർവീസാണ്. അതേപോലെ തന്നെ ഒരു മാനർ അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. അതെ. അപ്പോൾ ഇതിന്റെ വേറൊരു കാര്യം, അപ്പോൾ എനിക്ക് കോട്ടയം ഷോറൂമിൽ നിന്ന് ഇപ്പോൾ സർവീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ റീസെന്റ് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ പുതിയ ഷോറൂം പണിതുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആവും ഒരു 3-4 മാസത്തിനുള്ളിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എബൌട്ട് 90 ഷോറൂംസ് കണ്ട് നിലവിൽ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 72 ഷോറൂംസ് ഇനാഗ്രേഷൻ്റെ പാതിയിലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പിന്നെ കുറേ എംകയുടെ ഷോറൂം ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരെടുക്കുന്ന ഷോറൂംസ് എല്ലാം ഇവരുടെ രീതിയിലോട്ട് മാറ്റിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാണെങ്കിലും ഒരു ബെറ്റർ സർവീസ് പ്രതീക്ഷിക്കാം. അതെ, പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഈ വണ്ടി എടുത്തിട്ടാണെങ്കിൽ പോലും ഇപ്പം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതിനു മുമ്പ്. ഇല്ല. അപ്പം എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു വണ്ടി എടുത്തു കഴിഞ്ഞ്. അപ്പം അതിപ്പം വണ്ടി ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം അവധി ദിവസത്തിൽ ആണെങ്കിൽ പോലും ഇവർ എടുത്തിട്ട് ഇന്നതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു തരാറുണ്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് സാധാരണ നോർമലി ഡെലിവറി കഴിഞ്ഞ് വലിയൊരു ഇത് കാണാറില്ല, പൊതുവെ കാണാറില്ല. അതിപ്പോ ഏത് ഇതെടുത്താലും ആദ്യത്തെ ചിരിയൊക്കെ കാണുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഇങ്ങനെ ഒരു റെസ്പോൺസ് കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ടാറ്റയിലോട്ട് പോകണോ വേണ്ടയോ എന്നോർത്ത് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പൈസ മുടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആവണം. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ വണ്ടി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. അതെ. അപ്പോൾ ഇത് ബാക്കിയുള്ളവരും അറിഞ്ഞ് ഇന്നപോലെ സർവീസ് ഇത് എല്ലാവരും അറിഞ്ഞിട്ടുമില്ല. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത് കുറവാണ്. ടാറ്റ എന്നുള്ള ഒരു കൺവീനിയൻറ്റിലാണ് പോകുന്നത്. എന്നോട് ഇപ്പം ബ്രോ ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ബ്രോ ഞാൻ ഇങ്ങനെ ബ്രോയുടെ വീഡിയോ കണ്ടിട്ടാണ് വീഡിയോ എടുത്തത്, ഭയങ്കര സന്തോഷമുണ്ടെന്ന് വെച്ചിട്ട് മെസ്സേജ് അയച്ചു. അപ്പം പുള്ളി പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് എടുത്തത്, നല്ല സർവീസാണ്. അപ്പം ഞാൻ ബ്രോയോട് അങ്ങോട്ട് ചോദിക്കായിരുന്നു, നമുക്കൊരു വീഡിയോ ചെയ്യാം. കാര്യം വെച്ചാൽ ബ്രോ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വെച്ചാൽ ആ സന്തോഷം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും ഉപരി കാര്യം ആ ഒരു മാറ്റർ ഉണ്ട്. ആ മാറ്റർ നമ്മളിലോട്ട് എത്തിക്കണം. ആ ഒരു വീഡിയോ കൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു നല്ല സർവീസ്. കാര്യം വെച്ചാൽ ടാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസിന്റെ ഭാഗമായിട്ട് തകർന്നു നടക്കുന്ന ഒരു സാധനമാണ്. എവിടെ പോയാലും ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അവിടെ നല്ല റെസ്പോൺസ് കിട്ടുമ്പോൾ നമ്മൾ അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ കാണിക്കണം. അതുകൊണ്ടാണ് ബ്രോയോട് പറഞ്ഞത്. പിന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് ഓടിയിട്ടുണ്ട്. അപ്പം ഫാമിലി ആയിട്ടെല്ലാം പോയി. എല്ലാവരും ഭയങ്കര ബോഡി റോളിംഗ് ഇല്ല എന്നുള്ള ഒരു കാര്യം. അതായത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ നിങ്ങളുടെ വീഡിയോക്കകത്ത് പറയുന്നുണ്ടല്ലോ, ഇപ്പം കുട്ടികളെ ബേസ് ചെയ്തിട്ട് 3rd റോവിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പം ഛർദ്ദിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പം യാത്ര പോകുമ്പോൾ അറിയാമല്ലോ, ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പുറകിൽ ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതൊന്നും ഇല്ല കംപ്ലീറ്റ്ലി അല്ലേ? ഇല്ല, കംപ്ലീറ്റ്ലി. അവിടെ എനിക്ക് സസ്പെൻഷൻ നന്നായിട്ട് അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പഴയ സഫാരി ഞാൻ ഓടിച്ചിട്ടില്ല. പഴയ സഫാരിയെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പഴയ സഫാരി കണ്ടിട്ടുണ്ട്, മോഹം അങ്ങോട്ട് നോക്കുപോലില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ പേഴ്സണലി വന്നല്ല അതിൻ്റെ ഒരു ഡിസൈന്
പഴയ സഫാരി, പക്ഷെ പഴയ ഹാരിയർ എനിക്ക് ഇഷ്ടമായിരുന്നു. അതെ, നല്ല ഭയങ്കര ലുക്കായിരുന്നു. പഴയ ഹാരിയറാണ് കുറച്ചുകൂടെ റീച്ച് ആയത് വണ്ടി. പിന്നെ അത് മാത്രമല്ല, പഴയ സഫാരി എടുത്തതിൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ടീ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അലാറം അടിച്ചിട്ട് വണ്ടിയുടെ സ്പീഡ് സ്ലോ ആവുന്ന രീതിയിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. അത് ഞാൻ ഈ സഫാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കാര്യമാണ്. ഞാനിപ്പോൾ ഈ വണ്ടിയുടെ ഡോർ തുറന്നപ്പോൾ അവിടെ ഡോർ തുറക്കുമ്പോൾ റെഡ് ലൈറ്റ് തെളിയില്ല. ഈ സാധനം ആദ്യമേ കണ്ടിട്ടുള്ള നമ്മുടെ പഴയ സ്റ്റോമിലാണ്, സഫാരി സ്റ്റോം. അതിപ്പോഴും ഓർമ്മയിലുണ്ട് ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് SUV 500 കണ്ടേക്കുന്നത്. അതൊക്കെ ഒരു ആലോചിച്ച് നോക്കണം. ആ വണ്ടിയൊക്കെ ഇറങ്ങിയ പീരീഡ് ഏതാണ്? 2005-2000 ടൈം പീരീഡിൽ അതേപോലെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ വണ്ടിക്ക്. പക്ഷെ ആ സാധനം പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഇത് സഫാരിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ അതിനൊരു ചേഞ്ച് ഓവർ ആണ് ഈ സാധനം ഇപ്പം. അതെ, ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ച് പേര് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ ഇപ്പോൾ ചിലവർ അതായത് ഇതൊന്ന് വന്ന് ഇങ്ങനെ ചുറ്റും ഒന്ന് നോക്കിയിട്ട് മോനെ ഇത് സഫാരിയാണോ എന്ന് ചോദിക്കും. എഴുത്ത് കണ്ടിട്ട് സഫാരി, അത് സഫാരിയാണ് എന്ന് ഞാൻ പറയും. അപ്പം അവരുടെ കാഴ്ചപ്പാടിലല്ല, അവരുടെ ഉള്ളിലെ ഉള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് പഴയ സഫാരിയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങിയ സഫാരി അവരുടെ മൈൻഡിലേ ഇല്ല, ആൾക്കാരുടെ ഇടയിലില്ല ഇല്ല. അപ്പം അവര് വന്നിട്ട് ചോദിച്ചു, ഫോട്ടോ എടുത്ത് അപ്പം എങ്ങനെ ഉണ്ട് വണ്ടി, എങ്ങനെയാണ് കാര്യങ്ങൾ, എത്ര നാൾ കൊണ്ട് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പർട്ടിക്കുലർലി എനിക്കൊരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂണിക്നെസ് കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ വണ്ടി എനിക്ക് മാത്രം, എന്റെ വണ്ടി പോയാൽ ഇത് അവന്റെ ജിഷ്ണുവിന്റെ വണ്ടിയാണ്, ഇത് ജിഷ്ണുവിന്റെ വണ്ടിയില്ലേ കിടക്കുന്ന ആ വണ്ടി ഉണ്ടല്ലോ. ആ ഒരു എനിക്കറിയത്തില്ല, അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണോ എന്ന് അറിയത്തില്ല. ഞാൻ എടുക്കുന്ന വണ്ടി ചൂസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കോമൺ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെതായിട്ടുള്ള കുറെ മാറ്റങ്ങൾ അതിനകത്ത് വരുത്തും. അതേപോലെ തന്നെയാണ് എനിക്ക് ഇവന് ഒരു ഫീല് കിട്ടുന്നത് അല്ലേ. ഇപ്പം ഞാൻ ഏത് വണ്ടി കണ്ടാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി, ഇപ്പം എൻ്റെ പഴയ വണ്ടി കണ്ടല്ലോ, അപ്പോൾ അതുപോലെ കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഇതിലെനിക്ക് ഞാൻ നോക്കിയിട്ട് എനിക്കായിട്ട് ചെയ്യാനൊന്നുമില്ല, ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനില്ല. അപ്പം നമുക്ക് അതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പോകുന്നു, അപ്പം നമ്മൾ ഒരു റോഡ് പ്രസൻസ് നമുക്ക് ആളുകൾ നോക്കണമെന്ന് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഇല്ലേ. അപ്പം പിന്നെ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 5 വണ്ടി ഓടിച്ചതിലും എനിക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. റൈഡിങ് ഫീൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു ഫാർ ബെറ്റർ ആണ്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പ്രൈഡ് എന്നുള്ള മൊമെന്റ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർച്യൂണർ ഹിറ്റ് ആയാതെ ഭയങ്കര സാധനമാണ്. ഒന്ന് അവന്റെ ഭയങ്കര മസ്കുലർ ലുക്ക്, അതിനും വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, എന്നെ തെളിവ് പറഞ്ഞ കാര്യമാണ്, എൻ്റെ പോക്കാണ്. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ആ 600 സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മുതലായിരുന്നു. ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന ഫോർഡിന്റെ വണ്ടിയാണ്, ഫിഗോ ആണ്. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോർഡിന്റെ ഒരു ആരാധകനാണ്. ഞങ്ങളുടെ ക്ലബിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഫോർഡ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ ഒരു വണ്ടിയിൽ ഞാൻ നോക്കില്ല, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എൻഡേവർ എടുക്കുകയുള്ളൂ, വേറൊന്നും നോക്കില്ല. പക്ഷെ ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇന്നപോലെ വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസേ ഉള്ളൂ. എന്നാളെ എനിക്ക് തോന്നുന്ന ഒരു മേബി ഒരു 1 year. അതുവരെ നമുക്ക് പറ്റില്ല, കാക്കാനുള്ള ക്ഷേമം ഒരിക്കലും കാണത്തില്ല. പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഒന്ന് റൈഡിങ് സുഖം, ബാക്ക് സീറ്റ് 3 സീറ്റ് ഇവരിരുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു റൈഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്, കംഫർട്ടബിൾ ആണ്. ഞാൻ ആദ്യമേ നോക്കിയത് തേർഡ് റോയിലാണ് ഫസ്റ്റ് പരീക്ഷണം നടത്തുന്നത് അവിടെയാണ്. കാരണം സെക്കൻഡ് റോ ഓക്കെ, ഇപ്പൊ ഏതൊരു വണ്ടിയുടെയും സെക്കൻഡ് റോ അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് അത് പക്ക ആയിരിക്കും. പക്ഷെ തേർഡ് റോയിലോട്ട് എല്ലാവരും പറയുന്നത് തേർഡ് റോ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ തന്നെയാണ്, അതിൽ കൂടുതലൊന്നും നോക്കാനൊന്നും ഇല്ല. നമ്മുടെ മുൻവിധി ഉണ്ടത് ഉണ്ട്, പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ടുള്ള ആളുകൾക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഒരു 6 അടി ഉള്ളവർക്കൊന്നും പറ്റില്ല. പക്ഷെ എൻ്റെ ഈ ഒരു ഹൈറ്റ് ഉള്ള ആളുകൾക്ക് സുഖമായിട്ട് 2 പേർക്ക് പുറകിൽ ഞാൻ ഇരുന്ന് നോക്കിയിട്ടുണ്ട്, എൻ്റെ 2 സുഹൃത്തുക്കളെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ നടുക്ക് നമ്മുടെ ഈ പറയുന്ന 3 സെക്കൻഡ് റോയിൽ ഈ പറയുന്ന പോലെ തന്നെ ആളുകൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സേഫ്റ്റിയാണ് മെയിൻ. എവിടെ സീറ്റ് അടിക്കാൻ അതടിക്കും, അത് ഇട്ടില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ പ്രസ് ചെയ്യാന്ന് വിചാരിച്ചു, ഈ 2 പേര് ഇരിക്കുകയാണ് സെക്കൻഡ് റോയിൽ, നടുക്കത്തെ ആ ഒരു സീറ്റിന്റെ അവിടെ നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോഴും അലാറം അടിക്കും അല്ലേ. ഇരിക്കുകയാണെന്നുള്ള വെയിറ്റ് വന്നു, അതിന്റെ സെൻസറാണ്. വെയിറ്റ് വന്നപ്പം അവിടെ ആളുണ്ട്. സോ അപ്പം സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള അലാറം അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ട വേറൊരു കാര്യം കൂടെ ഇതുകൂടെ ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്ലിച്ചുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം
പക്ഷെ അതൊന്നും ഇല്ല, നിലവിലില്ല. ഇല്ല. അങ്ങനെ ഒരു സംഭവം അതെല്ലാം ബെറ്റർ ആക്കി വന്നതാണ് ഇത്. ഭയങ്കര റിഫൈൻഡ് ആക്കി എല്ലാം റിഫൈൻഡ് ആക്കി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന ഇതിനു വേണ്ടിട്ട് നല്ല പഠിത്തങ്ങൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ബ്രോ പറഞ്ഞപ്പോഴാണ് അവിടെ ഞാൻ ആ കാര്യങ്ങൾ ഈ ലോഗോയുടെ കാര്യം. ഞാൻ ആദ്യമായിട്ട് ഈ ടാറ്റ സഫാരി കണ്ടു, ഞാൻ പോകുന്നു, ഷോറൂമിൽ ചെല്ലുന്നു. ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാണുന്ന ലോഗോ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ എലമെന്റ്, ടാറ്റയുടെ. അതെ അതെ. അപ്പം അത് നമുക്ക് പണ്ട് തൊട്ട് അറിയാവുന്ന പരിചിതമായിട്ടുള്ള ലോഗമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സ്റ്റീൽ എലമെന്റ് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ക്രോം. അപ്പം ഈ പറയുന്ന പോലെ ഡാർക്ക് അടിക്കണം, ഒന്നെങ്കിൽ പെയിന്റ് അടിക്കണം, അല്ലെങ്കിൽ സ്റ്റിക്കർ അടിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. കറപ്പിക്കണം എന്നുള്ള വണ്ടി കിട്ടിയ അതായിരിക്കും ആദ്യമേ ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ സർപ്രൈസ് ആയി പോയത് 2024 ഇപ്പൊ ഫസ്റ്റ് ഡെലിവറി നമുക്ക് ആണ് കോട്ടയത്തു നിന്ന് കിട്ടുന്നത്. 2024 വർഷം. അപ്പം ഞാൻ ഈ വണ്ടി ഈ ഡെലിവറി, അതായത് വണ്ടി ഷോറൂമിൽ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം ഞാൻ ഈ ഗ്രാഫിനൊക്കെ ചെയ്തിട്ട് കാണാനായിട്ട് ഞാൻ സർപ്രൈസ്ഡ് ആയി പോയി. അപ്പം ഈ ലോഗോ മാറി, 3D എലമെന്റ് ആയി. രസമുണ്ട്. ഈ ഡാർക്കിൻ്റെ അകത്ത് ആ ക്രോം ഫിനിഷ് വന്ന് എടുത്ത് നിൽക്കുമ്പോൾ ഇത് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു എനിക്കൊരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇങ്ങനെ ഒരു 3D എലമെന്റ് ആയപ്പോൾ ആ ഒരു ഇത് നൈസായി. അപ്പം അതൊരു അനുഭവമായിരുന്നു. അതെ. പിന്നെ നമുക്ക് ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ചെയ്ത എക്സ്ട്രാ വർക്ക് ഇല്ല, ഗ്രാഫൈൻ കോട്ടിങ് 70 മാറ്റി ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി ഓൺ റോഡ് പ്രൈസ്, ഈ 3 പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട്, ഇത്ര ദിവസം ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് എടുത്തേക്കുന്നത്. കംപ്ലീറ്റ് പ്ലസ് ഡീസൽ, പിന്നെ ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക്. അത് വന്നപ്പോൾ എനിക്ക് ഏകദേശം 34,40,800 സംതിങ് ആയി. പിന്നെ നമ്മൾ ഈ എക്സ്ട്രാ ഈ വർക്ക് ഇപ്പോൾ ഗ്രാഫീനും പിന്നെ ഈ 70 മാറ്റ്, പിന്നെ സ്കിൽ പ്ലേറ്റ്, അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഒരു എക്സ്ട്രാ ഒരു 50 രൂപയുടെ. അത് 35 ലക്ഷം രൂപ 35 രൂപ ആയി ഓൺ റോഡ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക്. അതെ അതെ. അത്ര 35 ഇറങ്ങിയല്ലേ? എനിക്ക് തോന്നുന്നത് 700 കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പൈസ മുടക്കിയാലും അതിനുള്ള സാധനമുണ്ട്, വണ്ടിയിലുണ്ട്. ഫീച്ചർ വൈസ് ഒരു രക്ഷയില്ല. ഇപ്പൊ എന്താ പറയുക, അഡാസ് ആയിക്കോട്ടെ, അഡാസ് ആണ് എടുത്ത് പറയേണ്ടത്, അത് നമ്മൾ പറയേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ അകത്ത് വേറെ ഇനി ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്, അപ്പം അത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ടാറ്റ തന്നെ നമ്മളെ വിളിക്കും. എന്നെ ഒരു കുറച്ച് ദിവസം മുന്നേ വിളിച്ചായിരുന്നു, എങ്ങനെയുണ്ട് വണ്ടിയുടെ ഫീഡ്ബാക്ക് വിളിച്ചല്ലേ? അതൊക്കെ റെയർ ആയിട്ട് നടക്കുന്ന സംഭവമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആദ്യമായിട്ടൊരു പുതിയ വണ്ടി എടുക്കുന്നു. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചോദിക്കുക, ഫീഡ്ബാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അതെ, അങ്ങനെ ചോദിച്ചതൊക്കെ ഇവരാണ്. തീർച്ചയായിട്ടും അതൊരു ഭയങ്കര വൈബ്രന്റ് ഫീലിംഗ് ആണ്. എന്നിരുന്നാലും ഇതിന്റെ ഇന്റീരിയറും ബാക്കി വൈസും ഒക്കെ അവർ അടിപൊളിയായിട്ട് വണ്ടി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പം എനിക്ക് വേറൊരു കാര്യമുണ്ട്, എനിക്ക് ബ്ലാക്ക് ആണ്, ഫുൾ ബ്ലാക്ക് ആണ് ഇഷ്ടം. അപ്പം അകത്ത് ഇന്റീരിയർ വരുമ്പോഴും ഇത് തന്നെ ആയിരിക്കും, നമുക്കറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതാണ്, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. അപ്പം അത് വന്നപ്പം ബ്ലാക്ക് മൊത്തം വന്നപ്പം നല്ല രസമുണ്ട്. പിന്നെ ഇതിന്റെ ആംബിയൻസ് ലൈറ്റ്സ് ഉണ്ടല്ലോ, ലൈറ്റിംഗ് അടിപൊളിയാണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും സൗണ്ട് സിസ്റ്റത്തെ പറ്റി ഒന്നും പറയാനില്ല. ഒരു കിടിലൻ സാധനം, അതെ, ഒന്നും പറയാനില്ല. ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല എന്താ പറയുന്നത് ക്ലാരിറ്റി ഉണ്ട്. ഓപ്പോസിറ്റ് ഉള്ള ആളാണെങ്കിലും നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. അതെ, ഇതേ ഒരു ഇത് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോർഡിന്റെ സിസ്റ്റത്തിലും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ സെഗ്മെന്റിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. പുതിയതായിട്ട് സഫാരി എടുക്കാൻ പോകുന്നവരോട് നിങ്ങൾക്ക്, അതായത് ബ്രോയുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളത്, അതായത് കുറേ നെഗറ്റീവ്സ് ഉണ്ട് തീർച്ചയായിട്ടും, കിടക്കുന്ന മൈൻഡിൽ കിടക്കുന്നുണ്ട്, അവരോടൊക്കെ ബ്രോയ്ക്ക് പറയാനുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇപ്പം എനിക്ക് പുതിയതായിട്ട് ഈ വാഹനം എടുക്കുക അല്ലെങ്കിൽ ടാറ്റയിലോട്ട് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിന് മുന്നേ ഉള്ള നെഗറ്റീവ് സൈഡ് എല്ലാം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് കാരണം MK പോയി, അതെ, അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലെക്സോൺ വന്നു, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവരുടെ കാര്യം ഞാൻ ആസ് എ യൂസർ അല്ലെങ്കിൽ ആസ് എ ഇപ്പം കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കംപ്ലീറ്റ്ലി. അതായത് തീർച്ചയായിട്ടും അവർ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഇംപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്, അത് മുന്നോട്ട് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് അവിടെ നിന്നുണ്ടാവും.
എനിക്ക് അഥവാ ഇപ്പോൾ ഒരു 7 സീറ്റർ എടുക്കാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം ധൈര്യമായിട്ട് ടാറ്റയുടെ വണ്ടിയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ സർവീസ് പേടിച്ചിട്ട് എടുക്കേണ്ട കാര്യമില്ല ശരിക്കും. അതായത് 7 സീറ്ററിൽ ബക്കറ്റ് ലിസ്റ്റിൽ സഫാരി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ സർവീസിനെ പേടിച്ച് എടുക്കാതിരിക്കുന്നതാണ് അല്ലേ? ടാറ്റയുടെ പ്രശ്നങ്ങളെ ഓർത്ത് പേടിക്കാതിരിക്കുന്നതാണെങ്കിൽ ഇനി അത് വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതെ, ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ പേടിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വണ്ടി എടുത്താൽ ഇനി മുന്നോട്ടുള്ള കാര്യം എന്താണ് എന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമുക്ക് മാറ്റി നിർത്താൻ വേറെ ഇല്ല, അറിയാമല്ലോ. ഇപ്പം എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആളുകൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ അവർ ആദ്യമേ ചോദിക്കുന്ന മൈലേജ് റീസെയിൽ വാല്യൂ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഉള്ള ജനങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ എക്സ്ട്രാ ചോദിക്കുന്ന സേഫ്റ്റി, അതെ, എത്ര എയർ ബാഗ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. തീർച്ചയായിട്ടും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ. ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പ് വേരിയന്റ് എടുക്കുന്നവർക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒന്നും ഇല്ല, ഒന്നും ഇനി വരാനൊന്നും ഇല്ല. അത് ഇപ്പം നമുക്ക് അശ്രദ്ധമായിട്ട് ഓടിക്കുന്ന ചില ആളുകൾക്ക് ഇത് ബെസ്റ്റാണ്. പേടിക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്കത് ഇതിൻ്റെ അകത്തുള്ള അഡാസ് ഫീച്ചേഴ്സ് അങ്ങനെയാണ്. അതുപോലെ ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. നമ്മുടെ വീഡിയോ അതാണ്, സിമ്പിൾ ആയിട്ട് പറയാം. അതെ, അപ്പം അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ എന്നാണ് വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്? 100%. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഞാൻ കാണുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന ടാറ്റയുടെ ഒരു മുഖം മാറാൻ തുടങ്ങി എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. തുടക്കം അടിപൊളിയാണ്, മുന്നോട്ട് അവർ അടിപൊളിയായിട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ലെക്സോൺ എന്ന അല്ലെങ്കിൽ ടൊയോട്ട എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരൊത്തിരി ലക്ഷറീസ് വണ്ടികൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ലെക്സസ് പോലുള്ള വണ്ടികളെല്ലാം അവരുടെ സർവീസിലുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ബ്രാൻഡിങ് ഇനി സർവീസിലും ടാറ്റയുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയാസ്. ഈ വീഡിയോയുടെ അവസാനം എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വാഹനത്തിലോട്ട് വളരെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത്, ടാറ്റയെ പറ്റി ചിന്തിക്കാത്ത സമയത്താണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണാൻ ഇടയായത്. അപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ, ആളുടെ പേരെന്തായിരുന്നു? ജോയ് ബ്രോ. പുള്ളിയോടും എൻ്റെ ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ പുള്ളി പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് ആ ഒരു ധൈര്യം കിട്ടിയത്. അപ്പം അതും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, പിന്നെ തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ധൈര്യത്തിൽ പറയാം, ധൈര്യമായിട്ട് എടുത്തോ. ഇപ്പം നമുക്കൊന്ന് കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതെ, അപ്പം വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം തീർച്ചയായിട്ടും ടാറ്റ സഫാരി നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം, ഒന്നും പേടിക്കണ്ട. അപ്പോൾ നമ്മുടെ അനസ് ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഒക്കെ പിന്നീട് മുന്നോട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്നാണെങ്കിലും നമുക്കിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ദിസ് ഈസ് ജിഷ്ണു വർമ്മ, സൈനിങ് ഓഫ്.